കുട്ടിക്ക് പനി വന്നപ്പോഴത്തേക്ക് CRP ടെസ്റ്റ് ചെയ്ത് നോക്കി. CRP ഹൈ ആണ്. അപ്പോൾ CRP ഹൈ ആണെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ഇടയ്ക്ക് നമ്മളോട് ചോദിച്ച ഒരു ഡൗട്ടാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പനി വരുമ്പോൾ നമ്മൾ സാധാരണ ചെയ്ത് നോക്കുന്ന ടെസ്റ്റുകളാണ് ബ്ലഡ് കൗണ്ട്, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെയ്ത് നോക്കാറുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ CRP എന്ന് പറയുന്ന ടെസ്റ്റും ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് കൗണ്ടും CRPയും ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ബാക്ടീരിയ കാരണം ഉണ്ടാക്കുന്ന പനിയാണോ അതോ വൈറൽ ഫീവർ ആണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടുള്ള പനിയാണോ? ഇപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ വൈറൽ ഇൻഫെക്ഷൻ ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മുടെ നാട്ടിലുള്ള ഒരു 70-80% പനികളും വൈറൽ ഫീവറുകളാണ്. ഒരു 20% പനി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ്. ഇപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കണം. വൈറൽ ഫീവർ ആണെങ്കിൽ ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യമില്ല. ആൻറ്റിബയോട്ടിക്സിനെ പറ്റിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ പലരും പറഞ്ഞ കാര്യമാണ്, കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ പനി വന്നാലും നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നു. ആൻറ്റിബയോട്ടിക് കൊടുത്തതിന് ശേഷം പനി ചിലപ്പോൾ മാറാതിരിക്കുമ്പോൾ അടുത്ത ആൻറ്റിബയോട്ടിക് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞതാണ് വൈറൽ ഫീവറുകളാണ് മിക്കവാറും നമ്മൾ കാണുന്നത്, അവിടെയൊന്നും നമ്മൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ മാത്രം ആൻറ്റിബയോട്ടിക്സ് കൊടുത്താൽ മതി. അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് ഈ CRP എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ടോട്ടൽ കൗണ്ട്, പ്ലേറ്റ്ലെറ്റ്, ഡിഫറൻഷ്യൽ കൗണ്ടാണ് പ്രധാനമായിട്ടും ഈസി ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ടോട്ടൽ കൗണ്ട് ഹൈ ആണ്. ഡിഫറൻഷ്യൽ കൗണ്ടിൽ ന്യൂട്രോഫിൽ എന്ന് പറയുന്ന ടെസ്റ്റ് ഹൈ ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ബാക്ടീരിയൽ ആണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ ആക്യുറേറ്റ് ആണ് ഈ CRP ടെസ്റ്റ്, അല്ലെങ്കിൽ C റിയാക്റ്റീവ് പ്രോട്ടീൻ എന്ന് പറയുന്ന ടെസ്റ്റ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ CRP ഹൈ ആണ്, ടോട്ടൽ കൗണ്ട് ഹൈ ആണെങ്കിൽ നമുക്ക് മിക്കവാറും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്നുള്ളത് ഉറപ്പുവരുത്താൻ പറ്റും. നമുക്ക് ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി പ്ലേറ്റ്ലെറ്റ് കൗണ്ടൊക്കെ നമ്മൾ നോക്കാറുണ്ട്. ചില വൈറൽ ഫീവറുകൾക്കൊക്കെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടുകൾ വേരിയേഷൻ വരാം. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിന് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ചിലപ്പോൾ ഹൈ ആയിട്ടൊക്കെ. ഇതാണ് CRP ടെസ്റ്റിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. എന്തിനാണ് CRP ടെസ്റ്റ് ചെയ്യുന്നത്? അത് ബാക്ടീരിയൽ ആണോ വൈറൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. CRP ഹൈ ആണെങ്കിൽ മിക്കവാറും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കും, നമ്മൾ ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യണം. ഇനി CRP ടെസ്റ്റ് ഹൈ ആയിട്ട് മറ്റ് പല കണ്ടീഷൻസിലും വരാം. അത് ഫീവറുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത പല സിറ്റുവേഷൻസിലൊക്കെ വരാം. അപ്പം നമ്മൾ ഈ ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. നിങ്ങൾക്കൊരു സ്വയം ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും നമ്മുടെ ഈ വീഡിയോയിൽ നിന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾ ഉപയോഗിക്കരുത്. നമ്മളെപ്പോഴും ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രോപ്പർ ഡയഗ്നോസിലെത്തുക. നമ്മൾ ഒരിക്കലും ടെസ്റ്റിനല്ല ട്രീറ്റ് ചെയ്യുന്നത്. ഡോക്ടറുടെ ക്ലിനിക്കൽ എക്സാമിനേഷൻ വെച്ചിട്ട് ശരിക്കുമുള്ള ഇൻഫെക്ഷൻ എവിടെയാണെന്ന് ലോക്കലൈസ് ചെയ്ത് അതിന് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബോഡിയിൽ എവിടെ ഒരു ഇൻഫെക്ഷൻ വന്നാലും നമ്മൾ ഒരേ ടൈപ്പ് ആൻറ്റിബയോട്ടിക് അല്ല ഉപയോഗിക്കുന്നത്. അവിടെ ഇൻഫെക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ബാക്ടീരിയ ഏതാണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ആൻറ്റിബയോട്ടിക്സ് മോഡിഫൈ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വയ്ക്കുക. നമ്മളൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഈ വീഡിയോയിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഉപയോഗിക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം.